റൊമറ്റോളജിയിൽ ഈ പ്രത്യേകിച്ചും ഈ ഓട്ടോഇമ്യൂൺ റൊമറ്റോളജി റൊമാറ്റിക് ഡിസീസസിന് നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ ഏർലിയസ്റ്റ് ഡയഗ്നോസ് ചെയ്യുക. ഡയഗ്നോസ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വളരെ ഫലപ്രദമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏർലി ഡയഗ്നോസ് ആണ് ഇതിൻ്റെ കീ ആയിട്ട് കണക്കാക്കുന്നത്. രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയഗ്നോസിസിന് നമുക്ക് പോയിൻ്റർ തരുന്നത്. ക്ലാസിക്കലായിട്ടുള്ള റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രണ്ട് കൈകളുടെയും കാലുകളുടെയും വിരലുകളിലൊക്കെ ഒരുപോലെ വേദനയും നീർക്കെട്ടുമായിട്ട് വരുന്ന അസുഖമാണ്. പക്ഷേ പലപ്പോഴും നമുക്കൊരു രോഗത്തിൻ്റെ ആരംഭാവസ്ഥയിൽ അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ സന്ധികളിൽ എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. അപ്പോൾ ഒന്നോ രണ്ടോ സന്ധികളിലായിരിക്കും അസുഖം തുടങ്ങുന്നത്. അതിന് പുറമേ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ സ്റ്റിഫ്നെസ് മാത്രമേ കാണത്തുള്ളൂ. കുറച്ച് ഈ ജോയിൻസിനകത്തുള്ള നീർക്കെട്ടൊക്കെ വരാനുള്ള സമയം കുറച്ചുകൂടെ വൈകാം. അപ്പോൾ പക്ഷേ പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഡയഗ്നോസിസിനുള്ള സൂചനയായിട്ട് കണക്കാക്കാവുന്നത്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ വരുന്ന ഒരാൾക്ക് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതിനകത്ത് ബ്ലഡ് ടെസ്റ്റുകൾ, പ്രത്യേകിച്ചും റുമറ്റോയ്ഡ് ഫാക്ടർ CCP എന്നൊക്കെ പറഞ്ഞുള്ള ആൻറ്റിബോഡി ടെസ്റ്റുകൾ നിലവിൽ ലഭ്യമാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഡയഗ്നോസിസിൻ്റെ ഉറപ്പ്, അതായത് സെർട്ടനിറ്റി കൂട്ടുന്ന ഈ ടെസ്റ്റുകൾ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഡയഗ്നോസിസ് കുറച്ചുകൂടെ സെർട്ടൺ ആകുന്നു. ഇതിന് പുറമെ പിന്നെ ചില സാഹചര്യം നമുക്ക് ഡയഗ്നോസ് അത്രയും എവിഡൻ്റ് അല്ലാത്ത സിറ്റുവേഷൻസിൽ, അത്രയും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള അസുഖം അല്ലാത്ത സിറ്റുവേഷൻസിനാൽ ചിലപ്പം MRI അൾട്രാസൗണ്ടും ഒക്കെ, ജോയിൻറ്റിൻ്റെ MRI അൾട്രാസൗണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻറ്റിനകത്ത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത നീർക്കെട്ടുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിലും MRIയിലും അൾട്രാസൗണ്ടിലും ഒക്കെ തെളിയിക്കപ്പെടാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഡയഗ്നോസിസ് എസെൻഷ്യലി ക്ലിനിക്കലാണ്. രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഡയഗ്നോസിസിൻ്റെ കാതലായിട്ടുള്ള സഹായിക്കുന്ന ഭാഗം. രോഗലക്ഷണങ്ങൾ അനുയോജ്യമായ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇമേജിംഗ് മൊഡാലിറ്റീസ്, ഇതൊക്കെയാണ് ഡയഗ്നോസിസിൻ്റെ പോകുന്ന വഴി. ഈ രോഗലക്ഷണങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കും കാണാമെന്നുള്ളതും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതിനെക്കുറിച്ചൊന്നും, അതായത് കാരണം വാദം പൊതുവെ പ്രായമുള്ളവർക്ക് വരുന്നതാണെന്നൊരു ധാരണ. ശരിക്കും പറഞ്ഞാൽ വാദം, പ്രത്യേകിച്ച് ഈ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങൾ ഏത് പ്രായക്കാരെ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം പ്രായമുള്ള കുട്ടിയാണ് ഞങ്ങളുടെ ഏറ്റവും യങ്ങസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത സന്ധിവാത രോഗമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രോഗി. 90 വയസ്സിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആമവാദം ആരംഭിച്ച വ്യക്തികളും നമുക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഈ ഓട്ടോഇമ്യൂൺ സന്ധിവാത രോഗങ്ങൾ കൂടുതലും ചെറുപ്പക്കാരെയാണ് ബാധിക്കുന്നത്. ഒരു പ്രായക്കാരെയും കംപ്ലീറ്റ്ലി സ്പെയർഡ് അല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ, സിംറ്റംസുമായിട്ട് വരുമ്പോൾ എന്താണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സിന് ഈ പ്രായവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ അത് മറ്റൊരു? പ്രായത്തിന് തീർച്ചയായിട്ടും അതിനകത്തൊരു ബന്ധമുണ്ട്. കാര്യം ഇപ്പോൾ നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പും ആ രോഗിക്ക് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് ആണല്ലോ വേണ്ടത്. രോഗത്തിനും രോഗിക്കും ട്രീറ്റ് ചെയ്യണം. ഇപ്പം രോഗിക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 വയസ്സുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് രോഗിയെ ട്രീറ്റ് ചെയ്യുന്നതും 20 വയസ്സുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് രോഗിയെ ട്രീറ്റ് ചെയ്യുന്നതും ഒബ്വിയസായിട്ട് ഒരേപോലെ ആയിരിക്കില്ല. 90 വയസ്സുള്ള ഒരാൾക്ക് ചിലപ്പോൾ എല്ലാ മരുന്നുകളും താങ്ങാൻ സാധിക്കണമെന്നില്ല. അവർക്ക് ഒരുപക്ഷേ ഈ 20 വയസ്സുകാരൻ്റെ അത്രയും മൊബിലിറ്റിയും അത്രയും ഒരു ലൈഫിലുള്ള ഒരു എന്താ പറയുന്ന സിംറ്റംസ് അത്രയും ഫ്രീ ആക്കണമെന്ന് ചിലപ്പോൾ അവർക്ക് നിർബന്ധവും കാണില്ല. അപ്പോൾ അതായത് ഒരു രോഗത്തെയും രോഗിയും രണ്ടിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിരിക്കലും പൊതുവായി ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് ഒന്ന് പറയാമോ? പൊതുവായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏർലി ഡയഗ്നോസിസ്. ദ ഏർലിയർ ഡയഗ്നോസിസ് മീൻ ദ ബെറ്റർ ദ റിസൾട്ട്സ് ആർ. നമ്മൾ ഒരു റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തെറാപ്യൂട്ടിക് വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. അതായത് അവസരത്തിൻ്റെ ഒരു വാതായനം. അസുഖം തുടങ്ങി എത്രയും ഏർലി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു അത്രയും ഏർലി ആയിട്ട് നമുക്ക് ജോയിൻറ്റിനെ സാൽവേജ് ചെയ്യാം, ജോയിൻറ്റിനകത്ത് വൈകൃതങ്ങൾ വരാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ കീ പോയിൻ്റ് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഏർലി ഡയഗ്നോസ് ചെയ്ത് അറ്റ് ദ ഏർലിയസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ പണ്ട് കാലത്തെ ഉള്ള ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് സ്റ്റിറോയിഡുകളായിരുന്നു. അപ്പോൾ സ്റ്റിറോയിഡ് നമ്മളിപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡിനെ ഒഴിവാക്കിയിട്ട് ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റൊമാറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടം മരുന്നുകളുണ്ട്. DMA, RDs എന്ന് പറയും. അപ്പോൾ ഈ മരുന്നുകൾ വഴിയിട്ടാണ് കൂടുതലായിട്ടും നമ്മൾ ഈ അസുഖത്തെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത്.
അപ്പോൾ ഈ ഏർലി ഡയഗ്നോസിസിനെ പറ്റി ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ മരുന്ന് എന്ന് പറയുന്നത് ആ ഉള്ള വേദനയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഡിസീസ് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും കൂടിയാണോ? അത് വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ്. നമ്മൾക്ക് ഒരു 20-25 വർഷം റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് പെയിൻ കില്ലേഴ്സ് ആയിരുന്നു. ഒബ്വിയസ്ലി പെയിൻ കില്ലേഴ്സ് അറിയാമല്ലോ, പെയിൻ കില്ലേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേദനയെ കൺട്രോൾ ചെയ്യും, പക്ഷേ അസുഖത്തെ അത് കൺട്രോൾ ചെയ്യാറില്ല. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സ്റ്റിറോയിഡ്സിൻ്റെ റോൾ വന്നു. സ്റ്റിറോയിഡ്സ് വേദനയും അസുഖത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യും, പക്ഷേ സ്റ്റിറോയിഡ്സ് മാത്രം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് അൺഅക്സെപ്റ്റബിൾ അല്ല എന്ന് മനസ്സിലാക്കി. അതിനെ തുടർന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റൊമാറ്റിക് ഏജൻസിൻ്റെ ഒരു റോൾ വന്നത്. അതിൻ്റെ പേര് തന്നെ നമ്മൾ നോക്കുകയാണ്, ഡിസീസ് മോഡിഫയിങ് എന്നാണ് പറയുന്നത്. അതായത് വേദന സംഹാരികൾ മാത്രമല്ല, ഡിസീസിൻ്റെ കോഴ്സിനെ മോഡിഫൈ, അതായത് അതിൻ്റെ മൂലകാരണത്തിൽ ചെന്ന് അതിനെ നിയന്ത്രിക്കുക ആണ് ഈ മരുന്നുകളുടെ പ്രവർത്തനം.